ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അമ്മന്നി. ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, അപ്പോൾ കുറച്ച് ക്രിസ്മസ് ഡെക്കോറൊക്കെ വാങ്ങാനുണ്ട്. സോ യൂഷ്വലി നമ്മൾ പോവാറ് ബ്രോഡ്വേയിലാണ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി സമയം 7 മണിയായി, കടയൊക്കെ പൊട്ടിയോന്ന് അറിയില്ല. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. സോ ഓഫ് ടു ബ്രോഡ്വേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ബ്രോഡ്വേയിലേക്ക് പോയി കേട്ടോ. മേത്തർ ബസാറിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ പൊന്നേ, അതിൻ്റെ മുമ്പിൽ നിന്ന് എങ്ങനെ അകത്തോട്ട് കയറും എന്നായിപ്പോയി. അതുപോലെ തിരക്കായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ കുത്തി കയറി ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് കയറി. എനിക്ക് തോന്നുന്നു പുറത്തെ തിരക്ക് അത്രയും അകത്തില്ല എന്ന് തോന്നുന്നു. അതുപോലെ തിരക്കായിരുന്നു പുറത്ത്. അങ്ങനെ ഒരു കണക്കിന് അതിൻ്റെ അകത്ത് കയറി ഞങ്ങൾ ഓരോരോ കടകളായിട്ട് കയറി ഇറങ്ങാൻ തുടങ്ങി. ലൈറ്റ്സും ഡെക്കോസും എല്ലാം നോക്കിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് പോയതെങ്കിലും എനിക്ക് ഇത്രയും തിരക്ക് പിടിച്ചൊരു സ്ഥലത്തുനിന്ന് മേടിക്കാൻ എന്തോ പറ്റുന്നുണ്ടായില്ല. എനിക്ക് എല്ലാം കൂടെ കണ്ടിട്ട് എന്താ ഏതാണെന്നൊന്നും മനസ്സിലാവുന്നുണ്ടല്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ദേ ഇത് കണ്ടോ, ഒരു ക്രിസ്മസ് പപ്പാനി വെള്ളം കോരിക്കൊണ്ടിരിക്കുക രാവിലെ മുതലെന്ന്. അവിടെയുള്ളൊരു ചേട്ടൻ അമ്മൂസനോട് പറഞ്ഞതാണ് കേട്ടോ, മോളെ ഒന്നും മുകളിലോട്ട് നോക്കി ആ പുള്ളിയോട് പറ, വെള്ളം കോരിയത് മതി എന്ന് പറ എന്ന് പറഞ്ഞ് ആ ചേട്ടൻ ഇങ്ങനെ പൊക്കത്തേക്ക് കാണിച്ചു തന്നപ്പോഴാണ് ഞങ്ങളിത് കണ്ടത്. ഇതിങ്ങനെ കടയുടെ മുകളിൽ തൂക്കിയിട്ടിരുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര കൗതുകമായിട്ട് തോന്നി. ഒത്തിരി പേര് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടതാണ് കേട്ടോ ഈ ഒരു കട. നല്ല അടിപൊളി കടയാണ്. കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിലാണ് കേട്ടോ ഇവിടെ സാധനങ്ങളുടെ വില. പക്ഷേ അതിനനുസരിച്ച് നല്ല സാധനങ്ങളായിരുന്നു. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഈ ക്രിസ്മസ് പപ്പാനിയുടെ വില അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക. എനിക്കത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ എത്ര റേറ്റ് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം ഭയങ്കര പിൻട്രസ്റ്റി സാധനങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം ഈ കടയിൽ. അതുകൊണ്ട് തന്നെ കുറച്ചൊരു റേറ്റ് കൂടുതലാണ്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പോകാൻ പറ്റിയൊരു കടയാണിത്. നല്ല അടിപൊളി കളക്ഷനാണ്. പക്ഷേ കുറച്ച് നേരം നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ചേട്ടൻ പറഞ്ഞായിരുന്നു അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ആ ചേട്ടൻ പറയണതിന് മുന്നേ എടുത്ത് കുറച്ച് ക്ലിപ്സ് ഇവിടെ ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ബ്രോഡ്വേയിൽ കുറേ കടകളിൽ അവർ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളോട് പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ തിരക്കിൻ്റെ ഇടയിലേ അവർ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്നും നമ്മളൊന്നും വാങ്ങിയില്ല, പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഈ ക്രിസ്മസ് പപ്പാനിയുടെ മാസ്ക് കണ്ടത്. ഇത് ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു 90s ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. പള്ളിയിൽ നിന്നൊക്കെ ക്യാരലിന് എന്ന് പറഞ്ഞ് പിള്ളേർ വരുമ്പം നമ്മൾ ഈ മാസ്ക് വെച്ചിട്ടായിരിക്കും അവരെ കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ ഞാൻ അതൊക്കെ അമ്മൂനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് അടുത്തൊരു കടയിലെത്തി. ആ കടയുടെ സൈഡിൽ മുഴുവനും ഇതുപോലത്തെ ഡെക്കറേഷൻ സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഈ കടയിൽ നിന്ന് കുറച്ചധികം സാധനങ്ങൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അവിടെ നിന്നും ഒന്നും വാങ്ങിയില്ല എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞിട്ട് വന്നതാണ് ദേ ഈ ഒരു കട. ഈ കടയിൽ നിന്നും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ആ കട. നല്ല ഭംഗിയുള്ള ക്യൂട്ട് സാധനങ്ങളുണ്ട് അവിടെ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ നോക്കിയെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെ നോക്കിയെടുക്കാനുള്ള സ്കില്ല് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് തിരക്ക് കുറയുന്ന ഒരു സമയത്ത് വന്ന് സാധനങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങ് പോന്നു. പിന്നെ ഒരു കടയിൽ ദേ ഇത് മാത്രമായിരുന്നു, ക്രിസ്മസ് പപ്പാനി, തൊപ്പി, പിന്നെ പപ്പാനിയുടെ വടി, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം ഉണ്ടായിട്ടൊരു കടയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന്, ആ കടയുടെ തൊട്ട് സൈഡിലുള്ള കടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ക്രിബിന് വെക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടും. പിന്നെ അത്യാവശ്യം ഹാങ്ങിങ് സാധനങ്ങൾ അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിലെ ക്രിബ് സെറ്റ് നമ്മൾ മേടിച്ചത് അവിടെ നിന്നായിരുന്നു. കുറേ ലൈറ്റ്സും ഇതും എല്ലാം നോക്കി ഈ കടയിലൊന്നും അടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയെടുക്കാൻ. പിന്നെ ക്രിബ് സെറ്റ് ഒന്ന് മാറ്റിയെടുത്താലോ എന്നൊക്കെ വിചാരിച്ച് ആലോചിച്ചെങ്കിലും ഇതെല്ലാം നോക്കി വീഡിയോസ് എടുത്ത് നമ്മൾ അവിടെ നിന്നും ഇറങ്ങി എന്നുള്ളതാണ് സത്യം. ഞാൻ അവിടെ നിന്നും പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചില്ല. കാരണം ഞാൻ വിചാരിച്ചു വേറൊരു ദിവസം പകൽ ഒന്ന് പോയി ഇച്ചിരി സമാധാനമായി നോക്കി വേണ്ട സാധനങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കടയിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് ഉണ്ടായത്.
പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് സ്റ്റാറുകളുടെ കടകൾ തുടങ്ങിയത് കേട്ടോ. അവിടെ പല ടൈപ്പിലുള്ള സ്റ്റാറുകൾ ഉണ്ടായിരുന്നു. ലൈറ്റ്സും സ്റ്റാറും മാത്രമായിട്ടുള്ള കടകൾ ഉണ്ടായിരുന്നു. ഇതുപോലെ ഡെക്കറേഷൻസിന് മാത്രമുള്ള കടകൾ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ക്രിസ്മസ് ഒക്കെ ആയിട്ട് വീടൊക്കെ ഒന്ന് അടിപൊളിയാക്കണം, ഡെക്കറേറ്റ് ചെയ്യണം, കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബ്രോഡ്വേ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം അച്ഛനും അമ്മേനെ ഒഴിച്ച് സകലതും അവിടെ കിട്ടുമെന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ കിട്ടുമായിരുന്നു. എൻ്റെ എല്ലാം നല്ല ഭംഗിയുള്ള സാധനങ്ങളായിരുന്നു. അപ്പോഴാണ് ദേ ഈ സ്റ്റാർ കണ്ണിപ്പെട്ടത്. കണ്ടോ, ഫ്രണ്ടിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ ചക്രം പോലെ കറങ്ങുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി അവസാനം തിരക്ക് കൂടിക്കഴിഞ്ഞപ്പോൾ അമ്മു ഇറിറ്റേറ്റഡായി. അവൾ പറഞ്ഞു, അമ്മ നമുക്ക് പോവാം എന്നുള്ളൊരു മൈൻഡായി അവൾക്ക്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ ബ്രോഡ്വേയുടെ മേത്തറിൻ്റെ ആ അറ്റത്തുനിന്ന് നടന്ന് ഞങ്ങൾ ഇപ്പുറത്തെ അറ്റത്ത് ഏകദേശം എത്താറായി. പിന്നെ ഇങ്ങനെ ജസ്റ്റ് എല്ലാം വന്ന സ്ഥിതിക്ക് എല്ലാം ഇങ്ങനെ നോക്കി പറ്റുന്നതൊക്കെ വീഡിയോ എടുത്ത് നമ്മൾ ഒരു കണക്കിന് അവിടെ നിന്ന് ഇറങ്ങി. എല്ലാം കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും സത്യം പറയാലോ ആ തിരക്കിൻ്റെ ഇടയിൽ ഇത്രയും തന്നെ എടുത്ത് എങ്ങനെയൊക്കെയോ ആണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പോയി മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ബ്രോഡ്വേയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുവരേക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.